السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസ്റും പാർട്ട് 8. ജംഇനാണെങ്കിലും ഖസ്റിനാണെങ്കിലും ഉള്ള പൊതുവായ നിയമങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ 2 നിബന്ധനകൾ പറഞ്ഞു. ഇനി മൂന്നാമത്തത്, യാത്രക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ടായിരിക്കണം എന്നതാണ്. വഇൽമു മഖ്സിദിഹി, അവൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന സ്ഥലം അവനറിയണം. ഫഹീനഇദിൻ യുഷ്തറത്തു ഖസ്തു മൗളിഇൻ മഅലൂമിൻ, അപ്പോൾ ഒരു അറിയപ്പെട്ട സ്ഥലത്തെ ഉദ്ദേശിക്കൽ ഷർത്താണ്. വലൗ ഗൈറ മുഅയ്യനിൻ, അത് നിജമാക്കപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിലും. ഇവിടെ അറിയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മിൻ ഹൈസു ഖദറു മസാഫത്തിഹി, അതിൻ്റെ ദൂരത്തിൻ്റെ കണക്കിൻ്റെ ഭാഗത്തിലൂടെ. ജംഉ ഖസ്റിനുള്ള ദൂരം ഉണ്ട് എന്ന് അവൻ അറിയണം എന്നാണ് അറിയപ്പെട്ട ഒരു സ്ഥലത്തെ ഉദ്ദേശിക്കണം എന്ന ആ അറിയപ്പെട്ടത് കൊണ്ടുള്ള ഉദ്ദേശം. ദൂരത്തിൻ്റെ ആ കണക്കിൻ്റെ ഭാഗത്തിലൂടെ അറിയപ്പെടണം. അത് 132 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് അറിയണം. അല്ലാതെ ലാ മിൻ ഹൈസു ദാത്തുഹു, ആ സ്ഥലത്തിൻ്റെ തടിയുടെ ഭാഗത്തിലൂടെയല്ല, ഇന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് കൊണ്ട് നിർണയിച്ചറിയണം എന്നല്ല. അതാണ് വലോ ഗൈറ മുഅയ്യനിൻ എന്ന് പറഞ്ഞത്. വഖദ് യുറാദു ബിൽ മുഅയ്യനി അൽ മഅലൂമു ഐ ബിൽ മസാഫത്തി, മുഅയ്യന കൊണ്ട് ഉദ്ദേശിക്കപ്പെടും മസാഫത്ത് കൊണ്ട് അറിയപ്പെട്ടത്, ദൂരം കൊണ്ട് അറിയപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ദൂരം കൊണ്ട് 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉണ്ട് എന്ന് അറിയണം. അവലൻ ഐ അവല സഫരി, യാത്രയുടെ തുടക്കത്തിൽ തന്നെ അറിയുകയും വേണം. അങ്ങനെ ഒരു ദൂരമുള്ള സ്ഥലത്തെ അവൻ ഉദ്ദേശിക്കുകയും വേണം. അത് ഷർത്താണ്. യാത്രയുടെ ആദ്യത്തിൽ തന്നെ അങ്ങനെ അറിയണം. എന്തിനാണ്? ലിയഅലമ അന്നഹു തവീലുൻ, ഇത് ദീർഘമായ യാത്രയാണ് എന്ന് അവൻ അറിയാൻ വേണ്ടി. ഫയഖ്സുറു ഫീഹി, അപ്പം അതിൽ അവന് ഖസ്റാക്കാൻ കഴിയും, അതുപോലെ ജമ്മാക്കാനും കഴിയും. ഫല ഖസ്റ എന്ന് വെക്കുമ്പോൾ ഖസ്ർ പറ്റൂല, അതുപോലെ ജംഉം പറ്റൂല. ലിൽ ഹായിമി, ഹായിമിന്, ഹായിം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നവൻ, തലയിട്ട ഭാഗം കൊള്ള പോകുന്നവൻ എന്ന് പറയും. വഹുവ, ഈ ഹായിം എന്ന് പറഞ്ഞാൽ മെൻ ഒരുത്തനാണ്. ലാ യദ്രി, അവൻക്കറിയൂല. ഐന യതവജ്ജഹു, അവൻ എവിടേക്ക് മുന്നിടുന്നു എന്നറിയില്ല. സലക തരീഖൻ അംല, അവൻ ഒരു വഴിയിലേക്ക് പ്രവേശിക്കട്ടെ പ്രവേശിക്കാതിരിക്കട്ടെ. വഹാദ, ഇങ്ങനെ ഒരു വഴിയിലേക്ക് പ്രവേശിക്കാത്ത ആളെ സംബന്ധിച്ച് പറയാ യുസമ്മ റാക്കിബത്ത് ആസിഫി എന്ന് പറയലുണ്ട്. അയ തുറുക്കിൽ മായിലത്തിലെത്തി യളില്ലു സാരിക്കുഹ, ആ വഴിയിലേക്ക് പ്രവേശിക്കുന്നവൻ പഴക്കും. അങ്ങനെയുള്ള വഴിയിലേക്ക് ചാഞ്ഞ വഴികളിലേക്ക് യാത്ര ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പോ ഇങ്ങനെയുള്ള ഹായിം, അവനക്ക് ഖസ്ർ ജംഉ പറ്റൂല. ദൂരത്തിൻ്റെ കണക്ക് 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉണ്ട് എന്ന് അറിയപ്പെടണം. അതുകൊണ്ടാണ് ഹായിമിന് പറ്റൂല എന്ന് പറഞ്ഞത്. വയൂഖദു മിന്നു,
മഅലൂമായ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസാഫത്തിൻ്റെ കണക്കിൻ്റെ ഭാഗത്തിലൂടെ അറിയപ്പെട്ടത് എന്നാണ്. അല്ലാതെ ആ സ്ഥലം ഇന്നതാണ് എന്ന നിലക്ക് അറിയണമെന്നില്ല എന്നാണെന്ന് വിശദീകരിച്ചല്ലോ. ആ പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും അന്നഹു ലൗ സമ്മമൽ ഹായിമു, നിശ്ചയം ഒരു ഹായിമ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞല്ലോ. അവൻ തീരുമാനിച്ചു അലാ സൈരി മർഹലതൈനീഫ അക്സറ, രണ്ടോ രണ്ടിൽ കൂടുതലോ മർഹല സഞ്ചരിക്കലിൻ്റെ മേൽ അവൻ തീരുമാനമെടുത്തു. മിൻ അവലി സഫരിഹി, അവൻ്റെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ. പക്ഷേ ലാക്കിൻ ലം യുഅയ്യിൻഹ, ആ രണ്ട് മർഹലനെ നിജപ്പെടുത്തിയിട്ടില്ല. ഫി ജിഹത്തിന്, അത് ഏതു ഭാഗത്തിലേക്കാണെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. അങ്കാല, അവൻ പറയും പോലെ, ഇൻ സാഫർതു ലി ജിഹത്തി ശർഖി ഫലാ ബുദ്ദ മിൻ ഖത്ഇ മർഹലതൈനി, കിഴക്ക് ഭാഗത്തിലേക്ക് ഞാൻ യാത്ര പോവുകയാണെങ്കിൽ രണ്ട് മർഹല മുറിച്ചു കടക്കലിനെ തൊട്ട് കൂടാണ്ട് കഴിയൂല, രണ്ട് മർഹല ഞാൻ പോകും. അതുപോലെ തന്നെ ഔലി ജിഹത്തിൽ ഗർബി, ഇനി ഞാൻ ഗർബ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ ഫലാ ബുദ്ദ മിൻ ദാലിക, അപ്പോഴും രണ്ട് മർഹല ഞാൻ മുറിച്ചു കടക്കും, അത് കൂടാണ്ട് കഴിയൂല എന്ന് അവൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ തീരുമാനമെടുത്തു. എന്നാൽ അന്നഹു യഖ്സുറു, ഇങ്ങനെയുള്ള ഹായിമാവുമ്പോൾ അവൻക്ക് ഖസ്റാക്കാം. വഹുവ വാളിഹൻ, ഈ പറഞ്ഞത്, ഈ പിടിച്ചെടുക്കപ്പെട്ടത് വളരെ വ്യക്തമാണ്. ബി ഖൈദിഹിൽ ആത്തി, വരാൻ പോകുന്ന ഒരു ഉപാധിയുണ്ട്. അതെന്താ? ഐ മഅ വുജൂദിൽ ഗർളി സഹീഹി, സഹിഹായ ഒരു ആവശ്യം ഉണ്ടാവണം എന്നൊരു ഉപാധി കൂടിയുണ്ട്. ആ നിലക്കാവുമ്പോൾ കുഴപ്പമില്ല. ഷെർവാനി 2-381 തുഹഫ സഹിതം. ഫകദാലിക്കൽ ഹായിമു ഇദാ അലിമ, ഇപ്രകാരം തന്നെ ഒരു ഹായിം, അവൻ അറിഞ്ഞു, അന്നഹു യഖ്തഉ മർഹലതൈനി, രണ്ട് മർഹല അവ മുറിച്ചു കടക്കും. ഐ മഅ കൗനിഹി ലഹു ഖർളുൻ സഹീഹുൻ, അവൻക്ക് നല്ലൊരു ശരിയായ ഒരു ലക്ഷ്യമുണ്ട് ആ പോകുന്നതിന്. അങ്ങനെയാണെങ്കിൽ അന്ന ഷർത്തൽ ഖസ്രി വൽ ജമ്മി, ജമ്മിന്റെയും ഖസ്റിന്റെ ഒക്കെ ഷർത്ത് വുജൂദുൽ ഖർളി സഹീഹി, സഹീഹായ ഒരു ആവശ്യം ഉണ്ടാകണല്ലോ പോകുന്നതിന്. ഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നു, വഫീ കൗനി ഹാദാ ഹായിമൻ നദറുൻ, ഇങ്ങനെ ഒരു സഹീഹായ ഖർള് ഉണ്ടായ വ്യക്തിയെ സംബന്ധിച്ച് ഹായിമ് എന്ന് പറയുന്നതിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അന്നഹു മത്താക്കാനലഹു ഖർളുൻ സഹീഹുൻ ഫി സഫരി, യാത്രയിൽ സഹീഹായ ഒരു ഖർള്, ഒരു ആവശ്യം അവനക്ക് യാത്രയുടെ തുടക്കത്തിനുണ്ടെങ്കിൽ ലാ യുഖാലു ലഹു ഹായിമുൻ, ഓനെ സംബന്ധിച്ച് ഹായിമ് എന്ന് പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ഹായിമ്, അവനക്ക് സഹീഹായ ഒരു ആവശ്യമുണ്ട്, അതോടൊപ്പം കിഴക്കുനിന്നോ പടിഞ്ഞാറുനിന്നോ ദിശ നിർണയിക്കാതെ 132 കിലോമീറ്റർ വിട്ടുകടക്കുമെന്ന് മാത്രം തീരുമാനമെടുത്തു പോയാൽ ഖസ്റു ജമ്മു പറ്റും. ഇങ്ങനെയുള്ള ആളുകളെ ഹായിമ് എന്ന് പറയുന്നതിലും ചിന്തിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ജമല് 1-602 പറയുന്നു. അപ്പോൾ രണ്ട് മർഹല ദൂരം ഉണ്ട് എന്ന് യാത്രയുടെ തുടക്കത്തിൽ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ തനിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാവുമ്പോൾ അവനക്ക് അങ്ങനെ അറിയണം. അതുപോലെ തന്നെ മറ്റൊരാളുടെ കൂടെ അവനെ പിന്തുടർന്നു പോകുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് ഭാര്യ പോകുന്നു, അങ്ങനെ അമ്മായിദ അറഫ മഖ്സിദ മത്ബൂഇഹി, താൻ പിൻപറ്റപ്പെട്ട ആള് ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്തെ അറിഞ്ഞു, ഈ താബിഈ പിൻപറ്റുന്നവൻ, വന്നഹു അലാ മർഹലതൈനി, അത് രണ്ട് മർഹലയാണ് എന്നതിൻ്റെ മേലും അറിഞ്ഞു, എങ്കിൽ ഫയഖ്സുറു, ഈ
താബിഇന് ഇവനെ പിന്തുടർന്ന് പോകുന്ന വ്യക്തിക്ക് ഖസ്റാക്കാം, അതുപോലെ ജമ്മു ആക്കാം. വഇനിം തനഅ അലാ മത്ബൂഇഹിൽ ഖസ്റ, ഈ താബിഇന് ഈ മത്ബൂഇന്റെ മേല് ഖസ്ർ പാടില്ല. വഇനിം തനഅ അലാ മത്ബൂഇഹിൽ ഖസ്റു, മത്ബൂഇന്റെ മേൽ ഖസ്ർ പാടില്ല എന്നതാണെങ്കിൽ പോലും, കാരണം ഈ പിൻപറ്റപ്പെടുന്ന വ്യക്തി ഖസ്ർ ജംഇന് പറ്റാത്ത നിലക്കുള്ള ഒരു യാത്രയാണ് അവൻ ചെയ്യുന്നത്. അവനോട് പിന്തുടർന്നവൻ അത്തരം സഫർ കൊണ്ട് ദോഷിയായിട്ടില്ല താനും, എങ്കിൽ ഈ താബിഇന് ഖസ്ർ ജം ഒക്കെ പറ്റും എന്നാണ് ഈ പറഞ്ഞത്. ഖളിയത്തു ദാലിക വൈനിംതനഅ അലാ മത്ബൂഇഹിൽ ഖസ്റു എന്ന് പറഞ്ഞതിന്റെ തേട്ടം അന്നഹു ലവിംതനഅൽ ഖസ്റു അലൽ മത്ബൂഇ, ഈ പിന്തുടരപ്പെടുന്ന വ്യക്തിയുടെ മേൽ ഖസ്ർ പാടില്ല. ഉദാഹരണമായിട്ട് ഭർത്താവിന് ഖസ്ർ പറ്റാത്ത ആളാണ്, ജമ്മും പറ്റാത്ത ആളാണ്. എന്തുകൊണ്ട്? കൗനി സഫരിഹി മഅസിയത്തൻ, ഓന്റെ യാത്ര മഅസിയത്താണ്, തെറ്റായ കുറ്റകരമായ യാത്രയാണ്. എന്നാൽ ലം യംതനി അല താബിഇ, താബിഇന്റെ മേൽ ആ തടസ്സം ഇല്ല. വഖദ് യുവജ്ജഹു ബി അന്നഹു ഖസദ ഖത്അ മസാഫത്തിൽ ഖസ്രി, ഇതിന് ന്യായം എന്താണ്? ഓന് ഖസ്റിന്റെ ജമ്മിന്റെ ദൂരം മുറിച്ചു കടക്കലിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. വലാ യൽസമു മിൻ നിസ്യാനിൽ മത്ബൂഇ ഫി സഫരി, യാത്ര കൊണ്ട് ഈ മത്ബൂഇ തെറ്റുകാരനായി എന്നതുകൊണ്ട് ലാസിമായി വരൂല, നിർബന്ധമായി വരൂല. ഇസ്യാനു താബിഇ ബിഹി, ഈ യാത്ര കൊണ്ട് അവനെ പിന്തുടർന്നവനും തെറ്റുകാരനാവുക എന്നുള്ളത്. കാരണം അവൻ എന്തെങ്കിലും തെറ്റായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഇവൻ ആ ആവശ്യം ഇവൻ ലക്ഷ്യം വെച്ചിട്ടില്ല, ഈ കൂടെ പോകുന്ന ആള് അങ്ങനെ അവനെ സഹായിക്കാനും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവന്റെ യാത്രക്ക് തെറ്റായ യാത്രയാണെന്ന് പറയാൻ പറ്റൂല. ലി അന്നൽ ഫർള അന്നഹു ലം യഖ്സുദ് ബിസഫരിഹി മാ ഖസദഹുൽ മത്ബൂഉ ബിഹി, പിൻപറ്റപ്പെടുന്ന വ്യക്തി അവന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് ഇവൻ ഉദ്ദേശിച്ചിട്ടില്ല. വലാ ഖസദ മുആവനത്തൽ മത്ബൂഇ അലൽ മഅസിയത്തി, ഈ മത്ബൂഇനെ, ഇവൻ പിൻപറ്റുന്ന വ്യക്തിയെ തെറ്റിന്റെ മേൽ സഹായിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഖസ്ർ ജമ്മ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഈ താബിഇന് ഷർവാനി 2-384. ബുസ്റൽ കരീമിലൊക്കെ കാണാം, വലാ യഖ്സുറു സൗജത്തുൻ വ അബ്ദുൻ, ഒരു ഭാര്യ അതല്ലെങ്കിൽ ഒരു അടിമ ഖസ്ർ ആക്കാൻ പറ്റൂല, അതല്ലെങ്കിൽ ജമ്മാക്കാനും പറ്റൂല. എങ്ങനെയുള്ള ഭാര്യയും അടിമയുമാണ്? ലാ യഅരിഫാനിൽ മഖ്സിദ, അവർ രണ്ടുപേരും ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ അറിയില്ല, രണ്ടു മർഹല ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പൊ അവർക്ക് ഖസ്റും ജമ്മൊന്നും പറ്റൂല. ഇല്ലാ ബഅദ മർഹലത്തൈനി, രണ്ട് മർഹലന്റെ ശേഷമല്ലാതെ. ഫയഖ്സുറാനി ലിതഹഖുഖിഹി, രണ്ട് മർഹല വിട്ട് കിടന്നാൽ പിന്നെ അവർക്ക് പറ്റും, കാരണം അത് ഉറപ്പായല്ലോ. വകദാ ഖബലഹുമ, ഇപ്രകാരം രണ്ട് മർഹലന്റെ മുമ്പും പറ്റും. ഇൻ അലിമ, അവർ രണ്ടുപേർക്കും അറിയാം, അന്ന സഫറ മത്ബൂഇഹിമ, അവർ പിന്തുടരപ്പെടുന്ന ആളുടെ യാത്ര യബ്ലുഹുമ, രണ്ടു മർഹലയിലേക്ക് എത്തും. ഒന്നുകിൽ വലോ ബി റുഇയതിഹിമ ലഹു, ഇവർ രണ്ടുപേരും ഈ പിൻപറ്റപ്പെടുന്ന ആളെ കാണൽ കൊണ്ട് യഖ്സുറു സലാത്ത, ഓൻ നിസ്കാരത്തെ ഖസ്റാക്കുന്നുണ്ട്, അപ്പൊ ഇവർക്ക് മനസ്സിലായി രണ്ടു മർഹലുള്ള യാത്രയാണ് എന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ, അങ്ങനെ മനസ്സിലായിട്ടൊക്കെ ആണെങ്കിൽ രണ്ടു മർഹലത്തിന് മുമ്പും ഈ താബിഈങ്ങളായ ഭാര്യ അടിമ ഇവർക്കൊക്കെ ഖസ്റാക്കാം. ബിഖിലാഫി ഇഅദാദിഹി ഉദ്ദത്തൻ കസീറത്തൻ, അവൻ ധാരാളം യാത്രാ സാമഗ്രികൾ തയ്യാറാക്കി എന്നതിനെതിരുകൊണ്ട് ലാ തക്കൂനു, ഈ ഇത്രയും സാധന സാമഗ്രികൾ ആവുകയില്ല ഇല്ലാലി സഫരിൻ ത്വവീലിൻ ആദത്തൻ, സാധാരണയിൽ ദീർഘമായ യാത്രക്കല്ലാതെ. അതുകൊണ്ട് കാര്യമില്ല, ഏതെങ്കിലും നിലക്ക് രണ്ട് മർഹല വിട്ടുകടക്കും എന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ.
ഖിലാഫല്ലിൽ അദ്രഈ, ഇമാം അദ്രഈ തങ്ങൾക്കെതിരുകൊണ്ട് മൂപ്പര് പറഞ്ഞത് ഇത് കണ്ടാൽ തന്നെ മതി എന്നാണ്. അവൻ 2 മർഹലയും അതിൽ അപ്പുറമൊക്കെ പോകാനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ അത് കണ്ടാൽ അതിന്റെ പേരിൽ മാത്രം ഈ താബിഈന് ഖസ്ർ ജമ്മൊക്കെ പറ്റും. ലാക്കിൻ ഇസ്തൗജഹ ഇബ്നു ഖാസിം കലാമഹു ഹൈസു ളന്ന ബിഹാദിഹിൽ ഖരീനത്തി തൂല സഫരിഹി. ഇവന്റെ ഈ അടയാളങ്ങളെ കൊണ്ടൊക്കെ യാത്ര ദീർഘമായതാണെന്ന് ഭാവിച്ചു എങ്കിൽ പറ്റും എന്ന ഒരു നിരീക്ഷണം ഇബ്നു ഖാസിം തങ്ങൾ നടത്തിയിട്ടുണ്ട്. ബുശ്റൽ കരീം 1:134. കടം മേടിച്ച ഒരാളെ അന്വേഷിച്ചു പോകുന്ന ഒരു വ്യക്തി, അതുപോലെ ഒളിച്ചോടിപ്പോയവനെ അന്വേഷിച്ചു പോകുന്ന ഒരു വ്യക്തി, ഇവര് തൻ്റെ കാര്യം നടന്നാൽ മടങ്ങിപ്പോരും എന്ന നിലക്കാണ് യാത്ര പുറപ്പെട്ടതെങ്കിൽ അവർക്ക് ഖസ്ർ ജംഅ് പറ്റുകയില്ല എന്നാണ്. വലാ ത്വാലിബു ഗരീമിൻ വലാ ത്വാലിബു ആബിഖിൻ അഖദ സഫറഹു. ഒളിച്ചോടിപ്പോയ അടിമയെ അന്വേഷിക്കുന്നവനോ കടക്കാരനെ അന്വേഷിക്കുന്നവനോ തന്നിൽ നിന്ന് കടം മേടിച്ചവനെ അന്വേഷിക്കുന്നവനോ അവര് ഖസ്ർ ജമ്മ് പറ്റൂല. എങ്ങനെയുള്ളവരാണ് അവര്? അഖദ സഫറഹു ബി നിയ്യത്തി അന്നഹു യർജിഉ മതാ വജദഹു. കടക്കാരനെ എത്തിച്ചാലോ അതല്ലെങ്കിൽ ഈ ഒളിച്ചോടിപ്പോയ അടിമനെ എത്തിച്ചാലോ മടങ്ങിപ്പോരും എന്ന നിയ്യത്ത് കൊണ്ടാണ് അവരുടെ യാത്രയെ അവര് ആരംഭിച്ചിട്ടുള്ളത്, യാത്രയെ അവര് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ഐ മത്ലൂബഹു മിൻഹുമാ വലാ യഅലമു മൗളിഅഹു വഇൻ താല സഫറുഹു. ഇവരെവിടെ ഉള്ളതെന്ന് സ്ഥലം അറിയില്ല, അവര് തേടപ്പെടുന്ന വിഷയം എത്തിച്ചാൽ മടങ്ങിപ്പോരും. ഇതാണ് യാത്രയുടെ ആരംഭത്തിൽ അവരുടെ തീരുമാനം. അങ്ങനെ ആകുമ്പോൾ പറ്റൂല. വൈൻ താല സഫറുഹു. അങ്ങനെ ആ ഒരു നിലക്ക് പോകുന്ന ആളുകളുടെ യാത്ര നീണ്ടു പോയാൽ പോലും 2 മർഹലയോ അപ്പുറമോ ആയാൽ പോലും ഖസ്ർ ജമ്മു പറ്റൂല. ലിഅന്നഹു ലം യഅസിം അലാ സഫരിൻ തവീലിൻ. നീണ്ട യാത്രന്റെ മേലൊരു അസ്മ് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത്. വമിൻ സമ്മ, ഈ പറഞ്ഞത് കൊണ്ട്, അന്നഹു ലൗ അലിമ, അവരറിഞ്ഞു, അന്നഹു ലാ യൽഖാഹു ഇല്ലാ ബഅദ മർഹലത്തൈനി ഖസറ ഫീഹിമ. ഈ ഗരീമിനെയോ അതല്ലെങ്കിൽ ആബിഖിനെയോ അവര് കണ്ടുമുട്ട 2 മർഹലക്ക് ശേഷമേ കണ്ടുമുട്ടൂ എന്ന് അവർക്ക് അറിയാം എങ്കിൽ ഖസറ ഫീഹിമ, അപ്പൊ അവർക്ക് ഈ 2 ഘട്ടത്തിലും അവർ ഖസറാക്കാൻ പറ്റും. ഈ 2 വ്യക്തികൾക്കും ഈ 2 മർഹല ഉള്ളത് കൊണ്ടിട്ട് ഖസറാക്കാൻ പറ്റും. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഖസർ ജമ്മൊക്കെ പറ്റുന്നതാണ്. ഷർവാനി 2:386, മഹല്ലി കല്ലൂബി സഹിതം 1:260. നിശ്ചിത ഒരു സ്ഥലത്തേക്ക് 2 വഴിയുണ്ട്. കുറഞ്ഞ ദൂരമുള്ള ഒരു വഴിയും എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ ഇല്ലാത്തൊരു വഴിയും, ദൂരം കൂടിയ ഒരു വഴിയും എന്ന് പറഞ്ഞാൽ ദീർഘമായ യാത്ര വരുന്ന 132 കിലോമീറ്റർ വരുന്ന ഒരു വഴിയും ഉണ്ട്. അവൻ ഇത്തരം സന്ദർഭത്തിൽ ദീർഘമായ വഴിയെ 132 കിലോമീറ്ററോ കൂടുതലോ വരുന്ന ആ വഴിയെ തെരഞ്ഞെടുത്താൽ അവിടെ ഖസ്ർ ജംഅ് പറ്റുമോ? വലോകാനലി മഖ്സിദിഹി, സ്വാദിന് കസർ കൊണ്ട്. ഒരാൾ ഉദ്ദേശിക്കുന്ന യാത്ര ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് കൊണ്ട് തരീഖാനി, 2 വഴിയുണ്ട്. തവീലുൻ യബ്ലുഗു മസാഫത്തുൽ ഖസ്രി. തവീലായ വഴിയാണ് ഒന്ന്, അത് ഖസ്റിന്റെ മസാഫത്തിലേക്ക് എത്തും. ഖസീറുൻ, ഖസീറായ ഒരു വഴിയും ഉണ്ട്. ലാ യബ്ലുഗുമ, 2 മർഹലയിലേക്ക് എത്തൂല. അങ്ങനെ ഫസലക തവീല,
അവൻ തവീലായ 2 മർഹലയുള്ള വഴിയിലേക്കാണ് പ്രവേശിച്ചത്. ലിഗർളിൻ, അതിനൊരു ലക്ഷ്യമുണ്ട്. സുഹൂലത്തിൻ, അതേതുപോലെ എളുപ്പം പോലെ. ആ വഴി യാത്ര ചെയ്യാൻ കുറച്ച് സുഖമുണ്ട്, എളുപ്പമുണ്ട്. ഔ അംനിൻ, അതല്ലെങ്കിൽ ആ വഴി സുരക്ഷിതമായ വഴിയാണ്. ഔ സിയാറത്തിൻ, അതല്ലെങ്കിൽ ആ വഴിയിലൂടെ പോകുമ്പോൾ മഹാന്മാരെ സന്ദർശിക്കാൻ കഴിയും, അതല്ലെങ്കിൽ ഖബർ സിയാറത്തിന് പറ്റും. ഔ ഇയാദത്തിന്, അതല്ലെങ്കിൽ രോഗ സന്ദർശനത്തിന് പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ഇങ്ങനെയൊക്കെ ആണ്. എളുപ്പം എന്ന് പറയുമ്പോൾ റോഡ് മോശമാണ്, വഴി മോശമാണ്, മറ്റേ വഴി നല്ല വഴിയാണ്, ദീർഘം ആണെങ്കിലും വഴി നന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവിടെ വക്കഥ തനസുഹുൻ, ഇപ്രകാരം തന്നെയാണ് തനസുഹും, ഉല്ലാസയാത്രയും. ഉല്ലാസത്തിന് വേണ്ടിയും മാനസികമായ ഉല്ലാസവും അവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദീർഘമായ വഴി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ കസറ, അവൻ കസറാക്കണം, അവന് കസറാക്കാം എന്ന് പറയുമ്പോൾ ജമ്മു ആക്കാം. ഇല്ല, ഞങ്ങനല്ല. വൈൻ സലക്കഹു, ഈ ദീർഘമായ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചു. അത് ലാ ലിഗർളിൻ, ഈ പറയപ്പെട്ട ഒരു ആവശ്യത്തിനും വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഇതുപോലെ തക്കതായ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അല്ല. ബല്ലി മുജറദിൽ ഖസ്രി, പിന്നെ എന്തിനു വേണ്ടിയാണ്? കേവലം കസറാക്കുക എന്ന ഒറ്റ ആവശ്യത്തിന് വേണ്ടി, അതായത് ജമ്മാക്കുക എന്നുള്ള ഒറ്റ ആവശ്യത്തിന് വേണ്ടി. ഫലാ യഖ്സുറു, അപ്പൊ അവൻ കസറാക്കാൻ പറ്റൂല, ജമ്മാക്കാൻ പറ്റൂല. വലോ ജാഹിരൻ ഔ ഗാലിത, വിവരമില്ലാതെയാണ് അങ്ങനെ ചെയ്തത്, അതല്ലെങ്കിൽ പഴച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാൽ പോലും, ഫിൽ അദ്ഹരി, പ്രബല വീക്ഷണം അനുസരിച്ചാൽ മഖത്തു ബിഹി, അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞ അദ്ഹറായ വീക്ഷണമാണ്. കമാലോ സലക്കൽ ഖസീറ വ തവ്വലഹു, ഏതുപോലെ തന്നെ ഒരാൾ ഈ കുറഞ്ഞ ദൂരമുള്ള വഴിയിലേക്കാണ് പ്രവേശിച്ചത്, പക്ഷേ വ തവ്വലഹു, അതിനെ ദീർഘമാക്കി. 2 മർഹലയിൽ താഴെയുള്ള വഴിയാണ്, പക്ഷെ അവൻ സഞ്ചരിച്ച് 2 മർഹലയാക്കി. ബിസ്സഹാബി യമീനം വ ഷിമാല, ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പോയിട്ട്. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടത്തോട്ട് കുറച്ച് ഒരു വഴി കാണാണ്ട് അങ്ങോട്ടൊന്ന് കുറച്ച് പോയി, ഇടത്തോട്ട് വേറെ വഴി കാണാണ്ട് അങ്ങോട്ടും കുറച്ച് പോയി, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ 2 മർഹലെത്തി. അവിടെയും കസറാക്കാൻ പറ്റൂല, ജമ്മാക്കാൻ പറ്റൂല. അദ്ഹറിന്റെ മുക്കാബല വസാനി പറയുന്നു, യൻദുറു ഇല അന്നഹു തവീലും മുബാഹുൻ. സാനി പറഞ്ഞത് ഒരു മുബാഹായ ദീർഘമായ വഴിയാണല്ലോ, അതുകൊണ്ട് അവൻക്ക് കസർ ജമ്മു പറ്റും. വലോ ബലഗ കുല്ലു മിന തരീഖൈനി മസാഫത്തൽ ഖസ്രി, ഇനി 2 വഴികളിൽ നിന്ന് ഓരോ വഴിയും കസറിന്റെ ദൂരം എത്തും. അഹദുഹുമ അത്വലു, എന്നാൽ 2-ൽ ഒന്ന് കുറച്ചും കൂടി ദീർഘമായതാണെങ്കിൽ, ഫസലക്കഹു, അങ്ങനെ ആ ദീർഘമായതിലേക്ക് പ്രവേശിച്ചു. ലിഗൈരി ഖർളിൻ, പ്രത്യേക ആവശ്യമൊന്നുമില്ലാതെ, സഹിഹായ ഒരു ആവശ്യമൊന്നുമില്ല, ഒരു അംഗീകൃത ആവശ്യങ്ങളൊന്നുമില്ല എങ്കിൽ കസുറ, അവൻ കസറാക്കണം. ബിലാ ഖിലാഫിൻ, അവർക്ക് ഖിലാഫില്ലാത്ത നിലക്ക് അവന് കസറ് പറ്റും. അവിടെ ഖിലാഫില്ല. മഹല്ലി 1,260, തുഹ്ഫ 2,383, ഷർഹുൽ മൻഹജ് ജമൽ സഹിതം 1,596-97. ഇനി ഈ പറയപ്പെട്ട സഹിഹായ ആ ആവശ്യം വെച്ചിട്ടാണ് ഈ ഖസീറായ വഴി ഉള്ളപ്പോൾ തന്നെ തവീലായ വഴിയിലേക്ക് പ്രവേശിച്ചത്. അതോടൊപ്പം അവൻ ഖസർ അനുവദനീയമായി കിട്ടണം എന്നും കൂടി ഉദ്ദേശിച്ചു. എന്നാലും കുഴപ്പമില്ല എന്ന് തുഹഫ 2,383-ലും ഖല്ലൂബി 1,260-ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദീർഘമായതും അല്ലാത്തതുമായ 2 വഴിയുണ്ട്. ദീർഘമായ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചത്
ജാഹിലായിട്ടോ ഖാലിത്തായിട്ടോ വിവരമില്ലാതെയോ പഴച്ചിട്ടോ ഒക്കെയാണ് പ്രവേശിച്ചത്, എന്നാലും ഖസ്റു പറ്റൂല എന്ന് കല്ലൂബി പറഞ്ഞു. എന്നാൽ ഇവിടെ ബിഖിലാഫി നഹ്വിൽ ഖാലിത്തി വൽ ജാഹിലി ബിൽ അഖ്റബി, പഴച്ചിട്ടാണ് അവൻ ഈ ദീർഘമായ വഴിയിലേക്ക് പ്രവേശിച്ചത്, അതല്ലെങ്കിൽ ഈ അടുത്ത കുറഞ്ഞ ദൂരമുള്ള വഴിയെ സംബന്ധിച്ച് അവനക്ക് അറിയാത്തത് കൊണ്ടാണ് പ്രവേശിച്ചത്. ഫഇന്നൽ ഔജഹ ഖസ്റുഹുമാ, അവിടെ ഔജഹായത് ഇവർ രണ്ടുപേർക്കും കസ്റാക്കാൻ പറ്റും. വൈലം യക്കുലഹുമാ ഖർളുൻ ഫി സുലൂക്കിഹി, അതിലേക്ക് പ്രവേശിച്ചതിൽ വേറെ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും കസ്റു പറ്റും എന്ന് തുഹ്ഫ 2/383 പറഞ്ഞിട്ടുണ്ട്. കല്ലൂബിക്ക് എതിരായിട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്. കല്ലൂബിയിൽ ജാഹിലായിട്ടോ ഈ കുറഞ്ഞ ദൂരമുള്ള ഒരു വഴി ഉണ്ട് എന്നതുകൊണ്ട് അറിയാതെയോ അതല്ലെങ്കിൽ പഴച്ചിട്ടോ ഒക്കെയാണ് പ്രവേശിച്ചതെങ്കിലും പറ്റൂല, ഖസ്റിയമ പറ്റൂല എന്ന് പറഞ്ഞതിനെതിരാണ് തുഹ്ഫ പറയുന്നത് പറ്റും. അങ്ങനെ ഖാലിത്തോ ജാഹിലൊക്കെ ആണെങ്കിൽ പറ്റും. തുഹ്ഫ 2/383.